വെളുപ്പിന് ഏകദേശം 6 മണിയോടെ ഞങ്ങൾ ക്വാലലംപൂർ എയർപോർട്ടിലെത്തി. ഇമിഗ്രേഷൻ നടപടികൾ കഴിഞ്ഞ് ബാഗ് എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് വന്നു. ബസ് വരാനായി കാത്തു നിൽക്കുകയാണ്. ഏകദേശം 1 മണിക്കൂറോളമുള്ള യാത്രയിൽ നിന്ന് ഇത്തവണ ഞങ്ങൾ എത്തി നിൽക്കുന്നത് മനോഹരമായ മലേഷ്യയിലാണ്. മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലലംപൂർ. കൊച്ചിയിൽ നിന്നുള്ള എയർ ഏഷ്യ വിമാനത്തിലാണ് ഞങ്ങൾ എത്തിയത്. ആദ്യ വിദേശയാത്രയുടെ ഉത്സാഹവും ആവേശവും എല്ലാം ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേരെ പോകുന്നത് പ്രശസ്തമായ KLCC അക്വേറിയം കാണാനായിട്ടാണ്. പിന്നെ പെട്രോണാസ് ട്വിൻ ടവർ. പോകുന്ന വഴിയിൽ KL ടവർ കാണാനായി സാധിക്കും. ദൂരെ നിന്ന് തന്നെ അത് മനോഹരമായ ഒരു കാഴ്ച സമ്മാനിക്കുന്നു. ഇന്ന് ഞങ്ങൾ KL ടവർ സന്ദർശിക്കുന്നില്ല. വളരെ ദൂരെ KL ടവറിനെ കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ടേക്ക് നടന്നു. വിമാനം ഇറങ്ങിയതും അന്യദേശത്ത് ആദ്യമായി കണ്ട കാഴ്ചകൾ, ആൾക്കാരുടെ ഭാഷ, സമീപനം എല്ലാം വേറിട്ടൊരു ലോകമായി തോന്നി. വിസ ഫ്രീ ആണെന്ന് അറിഞ്ഞ ഉടൻ തന്നെ പെട്ടെന്ന് ഞങ്ങൾ ഇതിന്റെ ആവേശത്തിൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോൾ? തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് പോകാം എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മുടെ ഒരു യാത്രകളും ഒരു കാലത്തും നടക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ അധികമൊന്നും ആലോചിക്കാതെ ആ സ്റ്റെപ്പ് മുന്നോട്ടെടുത്തു. എന്തു തന്നെയായാലും അത് ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമാകുമല്ലോ എന്ന് കരുതി ഞങ്ങൾ നേരെ ഹോട്ടലിലേക്കാണ് പോയത്. ഇവിടെ ചെക്ക് ഇൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷമായതിനാൽ ഏർലി ചെക്ക് ഇൻ ഹോട്ടലുകാർ അനുവദിക്കുമോ എന്നൊരു ടെൻഷൻ ഞങ്ങൾക്കുള്ളിലുണ്ടായിരുന്നു. എന്തായാലും 50 റിംഗറ്റ് അധികം കൊടുത്തപ്പോൾ ഹോട്ടലുകാർ ഏർലി ചെക്ക് ഇന് അനുവദിച്ചു. ഒന്ന് കിടന്നുറങ്ങി ഫ്രഷായി ഏകദേശം 11:30 ഞങ്ങൾ ഹോട്ടൽ വിട്ട് പുറത്തിറങ്ങിയതിനു ശേഷം ഞങ്ങൾ ആദ്യം തേടിയത് ഭക്ഷണം തന്നെ. ഇന്നലെ രാത്രി അത്താഴത്തിന് ശേഷം ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ഗൂഗിൾ മാപ്പ് നോക്കി ഞങ്ങളൊരു ഹോട്ടൽ കണ്ടെത്തി. ക്വാലലംപൂരിൽ ഇന്ത്യൻ റെസ്റ്റോറന്റുകൾ ധാരാളമായിട്ടുണ്ട്. ആദ്യ ദിവസമായതിനാൽ റിസ്ക് എടുക്കണ്ട എന്ന് കരുതി ഞങ്ങൾ ഒരു ഇന്ത്യൻ റെസ്റ്റോറന്റിൽ കയറി മീൽസ് കഴിച്ചു. മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലലംപൂർ സജീവവും വളരെ വൈവിധ്യമാർന്നതുമായ ഒരു നഗരമാണ്. ആധുനികതയും സാംസ്കാരിക പൈതൃകവും ഒത്തുചേരുന്ന ഒരിടം, ഒരു മെട്രോപൊളിറ്റൻ നഗരം. ഭീമാകാരങ്ങളായ കെട്ടിടങ്ങൾ, വ്യാപാര സമുച്ചയങ്ങൾ എന്നിവയ്ക്ക് പുറമെ പുരാതന ക്ഷേത്രങ്ങൾ, പള്ളികൾ, മസ്ജിദുകൾ തുടങ്ങി വിവിധങ്ങളായ സംസ്കാരങ്ങളുടെയും മതവിശ്വാസങ്ങളുടെയും സമ്മിശ്രമായ സാന്നിധ്യം കൊണ്ട് പ്രശസ്തം. KL എന്ന് പ്രാദേശികമായി വിളിക്കപ്പെടുന്ന ക്വാലലംപൂർ പെട്രോണാസ് ട്വിൻ ടവർ, KL ടവേഴ്സ് എന്നീ പ്രശസ്തങ്ങളായ നിർമ്മിതികളാൽ ലോക സന്ദർശകരെ ആകർഷിക്കുന്നു. കൂടാതെ ബുക്കിറ്റ് പിൻടാങ് എന്ന ഷോപ്പിംഗ് മേഖല, ബാട്ടു കേവ്സ് പോലെയുള്ള ആരാധനാലയങ്ങൾ എന്നിവ ഈ നഗരത്തെ കൂടുതൽ ആകർഷകമാക്കുന്നു. ടൂറിസം രംഗത്ത് മാത്രമല്ല, വ്യവസായം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലും KL ഇന്ന് വളരെയധികം മുൻപെത്തി നിൽക്കുന്നു. തൊഴിലവസരങ്ങളുടെ കാര്യത്തിലും KL മുന്നിൽ തന്നെ. ചുരുക്കത്തിൽ ക്വാലലംപൂർ പഴമയും പുതുമയും ചേർന്ന അതുല്യമായ ഒരു അനുഭവമാണ്. ഈ വീഡിയോയിലുടനീളം ക്വാലലംപൂരിന്റെ നഗര കാഴ്ചകളും പെട്രോണാസ് ട്വിൻ ടവറിന്റെ അതിമനോഹരമായ ദൃശ്യങ്ങളും ഒപ്പിയെടുക്കുക എന്നതിലാണ് പ്രധാന ശ്രദ്ധ. നടക്കുന്നതിനിടയ്ക്ക് ഞങ്ങളൊരു വാഹനം കാണാൻ ഇടയായി. ഇങ്ങനെ ഒരു വാഹനം ഇതിനു മുമ്പ് നേരിട്ട് കണ്ടിട്ടേയില്ലായിരുന്നു. ടൊയോട്ട വെൽഫയർ എന്ന വാഹനമാണ് ഇത്. മലേഷ്യയിലെ നിരത്തുകളിലുടനീളം ഇത് ധാരാളമായി കാണാൻ സാധിക്കും. ഇവയിൽ ചിലത് ടാക്സിയായും ഓടുന്നുണ്ട്. ഇതിൽ അതിശയിപ്പിക്കുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഇതിന്റെ വില 1.5 കോടി മുതൽ 2 കോടി വരെ വരും. അങ്ങനെ നടക്കുമ്പോൾ അങ്ങ് ദൂരെ പെട്രോണാസ് ട്വിൻ ടവർ തലയുയർത്തി നിൽക്കുന്നത് കണ്ടു. ആ കാഴ്ച കണ്ണിനും മനസ്സിനും കുളിർമയേകി. ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ തലയ്ക്ക് മുകളിലൂടെ ഒരു മെട്രോ ട്രെയിൻ കടന്നുപോയി. വളരെ അത്ഭുതത്തോടെയാണ് ഞങ്ങൾ ആ കാഴ്ച നോക്കി നിന്നത്. ഇവിടുത്തെ റോഡുകൾ നല്ല ഭംഗിയായി പരിപാലിക്കപ്പെടുന്നവയാണ്. ഒരിടവും വൃത്തിഹീനമായി കാണാൻ സാധിക്കില്ല. എങ്ങനെയാണ് ഇവിടുത്തെ വൃത്തിയായി ഭംഗിയായി നഗരം സംരക്ഷിക്കുന്നത് എന്ന് നമ്മൾ അതിശയപ്പെട്ടു പോകും. KLCC അക്വേറിയത്തിലോട്ടുള്ള വഴിയിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു. അക്വേറിയത്തിലേക്കുള്ള ടിക്കറ്റുകൾ ഞങ്ങൾ ഓൺലൈനായി മുൻകൂട്ടി ബുക്ക് ചെയ്തിരുന്നു. അതിനകത്തേക്ക് കയറിയപ്പോൾ ഒരു മായാലോകത്തിലേക്ക് കടന്നതുപോലെ അനവധി കടൽ ജീവികൾ, പല വർണ്ണങ്ങളിലുള്ള മീനുകൾ, ആഴത്ത് നിലം പിടിച്ചു കിടക്കുന്ന വ്യത്യസ്തങ്ങളായ കടൽ ചെടികൾ, തലയ്ക്കു മുകളിൽ തന്നെ നമ്മളെ ചുറ്റി വളയുന്ന സ്രാവുകൾ, ഓരോന്നും കണ്ണിനും മനസ്സിനും ഒരുപോലെ രസകരം. ഇവിടെ നമ്മൾ നടന്ന കാഴ്ചകൾ കാണേണ്ട ആവശ്യമില്ല. എസ്കലേറ്റർ പോലെ നീങ്ങുന്ന ഒരു സംവിധാനമുണ്ട്. അതിൽ കയറി നിന്നാൽ വളരെ പതുക്കെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ധാരാളം ആളുകൾ എത്തിച്ചേരുന്ന ഇവിടെ തിക്കും തിരക്കും ഒന്നും കൂട്ടാതെ ഏവർക്കും കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ ഇത് അവസരമൊരുക്കുന്നു. പ്രായമായവർക്കും കുട്ടികൾക്കും മറ്റ് ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവർക്കും ഇത് ഏറെ പ്രയോജനപ്രദമാണ്.
60,000 ചതുരശ്ര അടി വിസ്തൃതിയുള്ള ഈ അക്വേറിയത്തിൽ 5,000-ത്തിലധികം ജീവികൾ തങ്ങളുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ കഴിയുന്നു. ഇവിടുത്തെ മാസ്മരിക കാഴ്ചകൾ കണ്ടങ്ങനെ നിൽക്കുമ്പോൾ സമയം തന്നെ നിശ്ചലമായതായി തോന്നും. അക്വേറിയത്തിൽ നിന്ന് പെട്രോണാസ് ട്വിൻ ടവറിലേക്ക് ഭൂമിക്കടിയിൽ കൂടി വിശാലമായ ഒരു നടപ്പാതയുണ്ട്. അതിലൂടെ നടന്ന് ഞങ്ങൾ പെട്രോണാസിലേക്ക് പ്രവേശിച്ചു. ടിക്കറ്റ് പരിശോധനയ്ക്ക് ശേഷം ഞങ്ങളെ ഒരു ലിഫ്റ്റിലേക്ക് നയിച്ചു. ലിഫ്റ്റിൽ കയറിയതും കണ്ണടച്ചു തുറക്കും മുൻപ് തന്നെ ഞങ്ങൾ പെട്രോണാസിന്റെ 42ാമത്തെ നിലയിലെത്തി. താഴെ കാണുന്നത് KLCC പാർക്കാണ്. പെട്രോണാസിനോട് ചേർന്ന് തന്നെയാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ സുറിയ KLCC എന്ന ഷോപ്പിംഗ് മാളും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഒരു സ്കൈ ബ്രിഡ്ജ് ഉണ്ട്. ഇരട്ട ഗോപുരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഈ ബ്രിഡ്ജ്. ബ്രിഡ്ജിൽ നിൽക്കുമ്പോൾ നമ്മൾ ആകാശത്ത് നിൽക്കുന്നതായി തോന്നും. നഗരത്തിന്റെ മനോഹാരിത മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാം. സ്കൈ ബ്രിഡ്ജിൽ കയറുന്നതിന് മുൻകൂട്ടി ടിക്കറ്റുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടം സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്ന സമയവും തീയതിയും തിരഞ്ഞെടുക്കണം. ആ തീയതിയിലും ആ സമയത്തും മാത്രമേ സ്കൈ ബ്രിഡ്ജിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ. ധാരാളം ആൾക്കാർ ഇവിടെ സന്ദർശനത്തിനായി എത്തുന്നതിനാൽ ടിക്കറ്റുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം. അതിനാൽ തന്നെ വളരെ നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതാവും ഉചിതം. ക്ലൂക്ക്, ഹെഡ്സ് ഔട്ട് എന്നീ ആപ്പുകൾ വഴി ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാം. KLന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ജോഡി ഐക്കോണിക് അമ്പര ചുംബികളാണ് പെട്രോണാസ് ട്വിൻ ടവേഴ്സ്. 1483 അടി ഉയരമുള്ള ഇവ 1998 മുതൽ 2004 വരെ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളായിരുന്നു. ഇന്ന് അവ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇരട്ട ഗോപുരങ്ങളായി തുടരുന്നു. അർജന്റീനിയൻ വാസ്തുശില്പിയായ സീസർ പെല്ലി രൂപകൽപ്പന ചെയ്ത ഈ ടവറുകൾ ഉത്തരാധുനിക രൂപകൽപ്പനയുടെയും ഇസ്ലാമിക വാസ്തുവിദ്യയുടെയും ശ്രദ്ധേയമായ മിശ്രിതമാണ്. ഇവ മലേഷ്യയുടെ സാംസ്കാരിക പൈതൃകത്തെയും സാമ്പത്തിക പുരോഗതിയെയും പ്രതീകപ്പെടുത്തുന്നു. മലേഷ്യയുടെ പെട്രോളിയം കമ്പനിയായ പെട്രോണാസ് ആണ് ഈ ടവറുകളുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തത്. വെറുതെ 2 ഗോപുരങ്ങളല്ല ഇവ. ഓഫീസുകൾ, വ്യവസായ സമുച്ചയങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ തുടങ്ങി പലതും ഇവയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്.
ഇപ്പോൾ ഞങ്ങൾ 86-ാം നിലയിലാണ്. ഇവിടെ നിന്ന് ഒറ്റ ഫ്രെയിമിൽ പെട്രോണാസ് ട്വിൻ ടവറും KL ടവറും മർദേക്ക ടവറും നമ്മൾക്ക് ദൃശ്യമാകും. നല്ല മഴ പെയ്യുകയാണ്. മലേഷ്യയിൽ എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം. ഞങ്ങൾ ട്വിൻ ടവേഴ്സിൽ നിന്ന് ഇറങ്ങി നേരെ KLCC പാർക്കിൽ പോയിരുന്നു. ഓരോ സമയത്തുമുള്ള പെട്രോണാസിന്റെ ദൃശ്യ വ്യത്യാസങ്ങൾ പകർത്താനായി ആകാംക്ഷയോടെ ഞങ്ങൾ കാത്തിരുന്നു. രാത്രിയാകുമ്പോൾ പെട്രോണാസ് ഒരു അത്ഭുത പ്രപഞ്ചമാണ്. പ്രകാശം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കും. പാർക്കിൽ ഒരു ഫൗണ്ടൻ ഉണ്ട്. രാത്രിയിൽ അത് പല വർണ്ണങ്ങളിൽ നൃത്തം ചെയ്യും. അത് കാണാനും ആസ്വദിക്കാനും ധാരാളം സഞ്ചാരികൾ എത്തുന്നു. അതും കണ്ട് ഞങ്ങൾ ഹോട്ടൽ റൂമിലേക്ക് തിരിച്ചു, നാളത്തെ യാത്രയ്ക്കായി തയ്യാറെടുക്കാൻ.